നമസ്കാരം. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. പെർസ്പെക്റ്റീവ്സ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്ന പേപ്പറിലെ തേർഡ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ വൾനറബിൾ ഗ്രൂപ്പുകളും അവരുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ മൂന്നാമത്തെ ബ്ലോക്കിൽ നമ്മൾ മൂന്നാമത്തെ ഒരു വിഭാഗം വൾനറബിൾ ഗ്രൂപ്പിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, അതായത് അവശത നേരിടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസ് നേരിടുന്ന ആളുകളും അവരുടെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വികലാംഗരും ഒക്കെ ഈ ഒരു പരിധിയിലാണ് വരുന്നത്. അപ്പൊ മനുഷ്യാവകാശങ്ങളും ദുർബല വിഭാഗങ്ങളായിട്ടുള്ള ഭിന്നശേഷിക്കാരും അവരുടെ ഡിസബിലിറ്റീസിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉള്ള അവസരം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശങ്ങളും ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ശാരീരികവും മാനസികവും അതുപോലെ ബൗദ്ധികം ഇന്റലക്ച്വലുമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന ആളുകളെ നമ്മൾ ഡിസേബിൾ എന്ന കാറ്റഗറിയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇവർ സമൂഹത്തില് പലതരത്തിലുള്ള വിവേചനങ്ങൾക്ക് പാത്രീഭവിക്കുന്നുണ്ട്. ഒരുപാട് അവസരങ്ങൾക്ക് അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. കൂടാതെ പലപ്പോഴും അവരുടെ ഒരു ഡിസബിലിറ്റി അവർക്ക് പലതും ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്കും അവരെ കൊണ്ടുവന്നെത്തിക്കുന്നുണ്ട്. ഇനി മറ്റു ശക്തരായിട്ടുള്ള ആളുകളോടൊപ്പം മത്സരിച്ച് അവർക്ക് നേടിയെടുക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. അപ്പൊ അവർക്ക് പ്രത്യേക പരിഗണനയും പ്രത്യേക ഒരു പ്രൊട്ടക്ഷനും നൽകാൻ നമ്മുടെ ഭരണഘടന പ്രത്യേകമായിട്ട് ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ മനുഷ്യാവകാശ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് അവരുടെ ഒരു വ്യക്തിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്ന തരത്തിലുള്ള ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള അവസ്ഥകളെയാണ് ഭിന്നശേഷി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിപ്പോ ഒരു വ്യക്തിയുടെ ഒരു പരിമിതി ആയിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ചില ബാരിയറുകൾ സൃഷ്ടിക്കുന്നതായിരിക്കാം. ഇത്തരം പ്രശ്നങ്ങൾ, അതായത് മാനസിക വെല്ലുവിളിയൊക്കെ നേരിടുന്നവർക്ക് അവർക്ക് ഫിസിക്കലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ മാനസിക വെല്ലുവിളി അവരെ സമൂഹത്തിൽ നിന്ന് ഒരു ബാരിയർ, അവർക്കിടയിൽ സമൂഹത്തിനും അവർക്കും ഇടയിൽ ഒരു ബാരിയർ സൃഷ്ടിക്കുന്നുണ്ട്. ഇനി അവർക്ക് ഇത്തരം ബാരിയേഴ്സ് ഉണ്ടാകുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഒന്നാമത്തേത് മെഡിക്കൽ മോഡൽ തന്നെയാണ്. അതായത് രോഗം എന്ന നിലയിൽ ഇത് പലപ്പോഴും കാണപ്പെടുന്നുണ്ട്, ഡിസബിലിറ്റീസ്. ഇനി സോഷ്യൽ മോഡലാണ്, അതായത് സമൂഹത്തിലെ തടസ്സങ്ങളാണ് ഈ സോഷ്യൽ മോഡലിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇനി ഭരണഘടനാപരമായിട്ടുള്ള ഡിസബിലിറ്റീസ് നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണങ്ങൾ നോക്കാം. ആർട്ടിക്കിൾ 14 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും തുല്യത നൽകുന്നു, അതിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ജനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 15 ഇതുപോലെ തന്നെയാണ്. പലതരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും അവർക്ക് സംരക്ഷണം, വിവേചനങ്ങളുടെ എല്ലാ തരത്തിലുള്ള വിവേചനം, അത് ജാതി, മതം, വർഗം, ഭാഷ, ലിംഗം തുടങ്ങിയതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങളിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കുന്നതാണ് ആർട്ടിക്കിൾ 15. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പരിധിയിൽ ഭിന്നശേഷിക്കാരും ഉൾപ്പെടുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 41 ഭിന്നശേഷിക്കാർക്ക് സഹായം നൽകുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകമുള്ള വകുപ്പാണ് ആർട്ടിക്കിൾ 41. ഇനി ഇത് രാഷ്ട്രത്തിന്റെ ബാധ്യതയാണ്. ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം ഒരുക്കുക എന്നുള്ളത് രാഷ്ട്രത്തിന്റെ ബാധ്യതയാണ് എന്നത് ഇവിടെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങള് റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് 2016 2016 പാസ്സായിട്ടുള്ള ഡിസബിലിറ്റീസ് നേരിടുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശ സംരക്ഷണ നിയമമാണ്. ഇതിന്റെ പ്രധാന സവിശേഷത, ഈ ഒരു കാറ്റഗറിയിൽ 21 തരം ഭിന്നശേഷികൾ അംഗീകരിച്ചു. ശാരീരികവും മാനസികവുമായിട്ടുള്ള 21 തരം ഭിന്നശേഷികൾ ഇതില് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത് വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലകളിലും ഒക്കെ തന്നെ 4% സംവരണം ഇവർക്ക് ഏർപ്പെടുത്തി. അതുപോലെ തന്നെ അവരുടെ ഒരു ആക്സസിബിലിറ്റി, അതായത് സൗകര്യപ്രദമായിട്ടുള്ള പ്രവേശനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്, ഇപ്പോൾ സ്റ്റെപ്പുകളൊക്കെ പടി കയറുന്നതിന് പ്രയാസം നേരിടുന്നവർക്ക് അവർക്ക് ഈസി ആയിട്ട് വീൽ ചെയർ ഒക്കെ സഞ്ചരിക്കാൻ സൗകര്യമുള്ള തരത്തില് ഉള്ള പ്രവേശനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ സൗകര്യം
അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടത്ര ബോധവൽക്കരണം ലഭിക്കാത്തത് കൊണ്ട് ഇത് അവർക്ക് അവകാശമുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെ ഈ തൊഴിലിടങ്ങളിലും വിദ്യാഭ്യാസ ഇടങ്ങളിലും ഒക്കെ പ്രവേശിക്കാനുള്ള അവകാശം തങ്ങൾക്കുമുണ്ട് എന്ന ധാരണ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലെ കമ്പാരിറ്റീവ്ലി അവർക്ക് വേണ്ട ഒരു അവരുടെ ഒരു ഡിസേബിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതിന്റെ പ്രശ്നവും അവർ അനുഭവിക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.